കുട്ടി മരിച്ചു, ആക്സിഡന്റ് ആയിക്കണ്, കുട്ടി മരിച്ചു. നിങ്ങൾ ആലോചിക്കുക, ഒരു കുട്ടിയല്ല, ഏട്ടനും അഞ്ചനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് ആയി, രണ്ടാളും മരിച്ചിക്കണ് എന്നാണ് ഫോൺ വരുമ്പോ. അപ്പൊ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ വയ്ക്കണമെങ്കിലേ അത് ഈമാനുള്ളവൻ എന്നെ പറയാൻ വയ്ക്കുള്ളൂ. അത് ഈമാനുള്ളവനെ പറയാൻ വയ്ക്കുള്ളൂ. അങ്ങനെ പറഞ്ഞാണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാ മേലെന്ന് മലക്കുകൾ അള്ളാഹ് ചോദിക്കുന്നതാണ്, എന്റെ അടിമയുടെ റൂഹി നീ എന്റെ അടിമക്ക് ഇഷ്ടപ്പെട്ട അവന്റെ മകന്റെ റൂഹി നീ പിടിച്ചെടുത്തു അല്ലേ എന്ന് മലക്കുകളോട് ചോദിക്കുന്ന. അപ്പൊ മലക്ക് പറയും, അതെ പിടിച്ചെടുത്തു. അപ്പൊ എന്താ അവൻ എന്തു പറഞ്ഞു, അവൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന്. അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ഇസ്തിർജാ ആണ് ചെല്ലിയെന്ന് പറയുമ്പോഴേ അവന്റെ പേരില് സ്വർഗത്തില് ഒരു ബൈത്തുൽ ഹംദ്, എന്താണ് ബൈത്തുൽ ഹംദ് ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആ വീടിന് പേരിടുന്നാണ്. അപ്പൊ അത് ആർക്കേ ഉള്ളൂ, ആ ഒരു ഉറ്റവരുടെ, അത് മകനാകണം എന്നില്ല സഹോദരങ്ങളെ, ഉറ്റ നമ്മുടെ കരളിന്റെ കഷ്ണത്തെ പറിച്ചെടുത്തു എന്ന് അള്ളാഹ് ചോദിച്ച് മലക്കിനോട്, നീ അവന്റെ കരളിന്റെ കഷ്ണത്തെയാണോ നീ പറിച്ചെടുത്തതെന്നാ. അപ്പൊ അങ്ങനെ നമ്മുടെ കരൾ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പിതാവിനെയോ മാതാവിനെയോ മക്കളെയുടെയോ മരണവാർത്ത, വേർപാട്, പെട്ടെന്നുള്ള വിയോഗം കേൾക്കുമ്പോഴേ അത് ചെല്ലാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു വീടുണ്ടാവും. അത്രയും പ്രതിഫലമുള്ള കാര്യമാണ്. ആ നേരത്ത് പണ്ടാറടങ്ങാൻ ഞാൻ വണ്ടി എടുത്ത് പോണ്ടാന്ന് അപ്പളേ പറഞ്ഞതാ, കഴിഞ്ഞു സഹോദരങ്ങളെ, അതിനുള്ള ചാൻസ് പോയി. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ചാൻസ് പോയി. ഞാൻ അപ്പളേ വണ്ടി എടുത്ത് പോയപ്പോഴേ പറഞ്ഞാണത് പണ്ടാറടങ്ങുന്നത്. അതുകൊണ്ട് വളരെ അത് അങ്ങനെ പറയാൻ കഴിയത് അത് ഈമാനുള്ള മനസ്സിനെ കഴിയുള്ളൂ, നിസ്കരിക്കണ ആക്കേ കഴിയുള്ളൂ, അള്ളാനെ മാത്രം വിളിക്കണോനെ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കൃത്യമാണ്. വിശ്വാസിയുടെ എല്ലാ കാര്യവും അത്ഭുതമാണ്, അവൻ എല്ലാത്തിലും ഖൈറാണ്. മുള്ളു തറച്ചാൽ പോലും വിശ്വാസിക്ക് ഖൈറാണ്. ഇപ്പൊ പലപ്പോഴും നമ്മളെ കാലൊക്കെ പല സ്ഥലത്തും വെച്ച് കുത്തും, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും സ്പീഡിൽ നടക്കുമ്പോഴൊക്കെ എന്താ പലപ്പോഴും ആ മുട്ടിന്റെ താഴത്തൊക്കെ കുത്തിയാൽ നല്ല വേദന ഉണ്ടാവും. ആ സമയത്ത് പണ്ടാറടക്കണം എന്ന് പറഞ്ഞതിന് പകരം അൽഹംദുലില്ലാ എന്ന് പറയാൻ ശീലിച്ചു നോക്കി. ആദ്യമൊന്നും പറയാൻ കിട്ടൂല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശീലായി വരും. ആ വേദന ഉണ്ടാവില്ല, നമുക്ക് ആ വേദന ഇല്ലാത്ത പോലെ തോന്നും. ഒക്കെ സത്യമാണ്. കാരണം ഇത് പ്രയോഗിച്ച് മനസ്സിലാവുമ്പോഴാണ് നമുക്കിത് ബോധ്യപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതില് വിലപിക്കുന്ന ആളുകൾ, ശപിക്കുന്ന ആളുകൾ, ഇതൊക്കെ അവർക്കൊക്കെ എന്താ അറിയോ, അവർക്കൊന്ന് ഭാവിയെ പറ്റി അറിയാത്തോണ്ടാണ്. നമ്മൾ ഖദറിൽ എന്താണ് രേഖപ്പെടുത്തിയെന്ന് നമുക്കറിയില്ലല്ലോ, അത് അള്ളാഹ്ക്കറിയാം. നമുക്ക് നമ്മളെ റബ്ബിനെ പറ്റി, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ റബ്ബിനെ പറ്റി നമുക്കറിയാം. എന്റെ റബ്ബ് എന്തായാലും എനിക്കൊരു ഖൈറേ അതിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ. ആ ഒരു പോസിറ്റീവ്, ഒരു ഹുസ്നു വന്ന് ബില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള നല്ലൊരു വിചാരം, എന്റെ റബ്ബിച്ച് നല്ലതേ ചെയ്യുള്ളൂ. അത് മകൻ മരിച്ചാലും, പെര കത്തിയാലും, വണ്ടി ആക്സിഡന്റ് ആയി ഫുള്ള് പൊളിഞ്ഞു പോയാലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്റെ റബ്ബ് എനിക്കൊരു ഖൈറേ അതിൽ വെക്കുള്ളൂ എന്ന് റബ്ബിനെ പറ്റി ഒരു സൽ വിചാരമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വായിന്ന് ഒരിക്കലും ഒരു ശാപവാക്ക് വരൂല സഹോദരങ്ങളെ. അതുകൊണ്ടാണ്, കാരണം കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ തുക്രിഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് ചിലപ്പോൾ അതിൽ ഇഷ്ടം ഉണ്ടാവില്ല, അതിൽ ഒരു പ്രയാസം അള്ളാഹു വെച്ചിട്ടുണ്ടാവും. നമ്മൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ അള്ളാഹു ചിലപ്പം നമുക്കൊരു ഖൈർ വെച്ചിട്ടുണ്ടാവും. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ആ അള്ളാഹിനെ പറ്റി നല്ലൊരു ബോധമുള്ളവന് ആ ഒരു നല്ല വിചാരം ആ കാര്യത്തിൽ ഉണ്ടാകും. ഇങ്ങനത്തെ ശാപവാക്കുകളോ പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ ഉണ്ടാവില്ല. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഇനി അതല്ല അസുഖങ്ങൾ, വലിയ പ്രയാസങ്ങളെല്ലാം തന്നെ അതൊക്കെ വിശ്വാസിക്ക് എന്താണ്, ചില പരീക്ഷണങ്ങളാണ്. എന്താണ്, അതേപോലെ തന്നെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പശ്ചാത്തപിച്ച് മടങ്ങി ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് നല്ല ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു അവസരമായിരിക്കാം ഒരു അസുഖത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുപോലെ ഇനി അതിൽ പ്രയാസമുള്ള ആളുകളുണ്ട്, പഴയ പോലെ നിസ്കരിക്കാൻ പറ്റില്ല, പഴയ പോലെ പള്ളി ജമാഅത്തിന് പോകാൻ പറ്റില്ല. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ആർക്കെങ്കിലും യാത്ര മൂലമോ അസുഖം മൂലമോ എന്തെങ്കിലും ഇബാദത്തുകൾക്ക് മുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ നാട്ടിൽ ആരോഗ്യമുള്ള അവസ്ഥയിൽ നാട്ടിൽ സ്ഥിരതാമസക്കാരനായി ഉണ്ടായ സന്ദർഭത്തിൽ അയാൾ ചെയ്ത ഇബാദത്തിന് തുല്യമായ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. ആൾക്കാരെ വീട്ടിൽ പോയി നമ്മള് അസുഖമായ ആളുകളെ വീട്ടിൽ പോയി സന്ദർശിക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ പറയുന്നത് ആകെ ഒരു വിഷമേ ഉള്ളൂ, ആ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ കരച്ചിൽ വരും, ഞാൻ ഓരോ വക്തിനും പള്ളിയിൽ പോയി നാളാണല്ലോ ഇക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് ആൾക്കാർ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. എന്തിന് സങ്കടപ്പെടണം സഹോദരങ്ങളെ? പള്ളിയിൽ പോകാതെ വീട്ടിൽ കടന്ന് നിസ്കരിച്ചാൽ ആ പോണ കൂലി കിട്ടുന്ന ആർക്ക്? ആരോഗ്യമുള്ള സമയത്ത് പോയ ആളുകൾക്ക്, നാട്ടിലുണ്ടായ സമയത്ത് നാട്ടിലെ പള്ളിയിൽ പോയ ആളുകൾക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ട് നാട്ടിലുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, രോഗിയാകുന്നതിന് മുമ്പ് രോഗം ഒരുപക്ഷെ കിഡ്നി ഡയാലിസിസ് പോലെ, ക്യാൻസർ പോലെ തിരിച്ചുപോക്കില്ലാത്ത അസുഖമായിരിക്കാം. ഒരു പക്ഷേ വീണ്ടും ഇതേപോലെ പള്ളിയിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ സഹോദരങ്ങളെ ഒരു ശീലമാക്കി എടുക്കുക. എന്നാൽ ആ ശീലത്തിന്റെ പേരിലെങ്കിലും അസുഖമുണ്ടാകുമ്പോൾ പോകാഞ്ഞാലും പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര കടുത്ത പരീക്ഷണമാണെങ്കിലും മരണം ആഗ്രഹിക്കരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് കിടക്കുന്നത് കാണാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, മരണം ആഗ്രഹിക്കുന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിച്ചിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി സമയം കിട്ടിയാൽ സഹോദരങ്ങളെ തൗബ ചെയ്യാം, ഇബാദത്ത് കഴിയുന്ന പോലെ വർദ്ധിപ്പിക്കാം, ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിക്കാം, വസിയത്ത് എഴുതാം. എല്ലാ കാര്യങ്ങളും ഒരു മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു സമയമായിട്ട് അതിനെ കാണുക. അതിൽ കൂടുതൽ അനിഷ്ടം ആഗ്രഹിക്കരുത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ആളുകളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ ആളുകൾ ഇതാ TV കണ്ടുകൊണ്ട്, TVയിലെ പാട്ടും അതേപോലത്തെ ചാനലുകളൊക്കെ കണ്ടുകൊണ്ട് സമയം തള്ളി നീക്കുന്നതായി കാണാം. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. റബ്ബിലേക്ക് മടങ്ങേണ്ട, റബ്ബിനെ പറ്റി കൂടുതൽ ഓർക്കേണ്ട സന്ദർഭമാണ് അസുഖം എന്നുള്ളത്. അതുകൊണ്ട് റബ്ബേ അസുഖം വരുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്തുകൊണ്ട്, ഇതാ അള്ളാഹുവിനെ പറ്റിയുള്ളൊരു നല്ല വിചാരത്തോടുകൂടി അതിൽ ക്ഷമിച്ചിരിക്കാൻ കഴിയാന്നുള്ളതാണ്. അതുകൊണ്ട് സന്ദർശിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ ഏഷണി പരദൂഷണങ്ങളൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പള്ളിയിൽ മൂപ്പരില്ലാത്ത സമയത്ത് പള്ളിയിലുണ്ടായ കാര്യങ്ങളും അങ്ങനത്തെ ഏഷണികളും പരദൂഷണങ്ങളും കളവുകളും പറഞ്ഞ് സഹോദരങ്ങളെ ആ ഒരു സന്ദർഭത്തെ അങ്ങനത്തെ ആളുകൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരങ്ങളെ നശിപ്പിക്കരുത് എന്നാണ് സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേലുള്ള ഒരു ബാധ്യതയാണ്. തന്റെ സഹോദരന് രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളതും അവന്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ക്ഷമയുമായി ബന്ധപ്പെട്ട് അപസ്മാരമുണ്ടായിരുന്ന ഒരു കറുത്ത സ്ത്രീയെ പറ്റി ഹദീസിൽ കാണാം. ആ സ്ത്രീയുടെ പേര് പോലും ഹദീസിലില്ല. ഒരു കറുത്ത സ്ത്രീ, അവർക്ക് ഇടക്കിടക്ക് അപസ്മാരമുണ്ടായിട്ട് അവര് നിലത്ത് കിടന്ന് വീണു ഉരുളുകയും അതേപോലെ ചില സമയങ്ങളിൽ ഹൗറത്ത് വെളിപ്പെടുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് അവർ നബിയോട് എന്റെ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് ആ അസുഖം മാറുകയാണോ വേണ്ടത്? അതല്ല, നിങ്ങൾ അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ എന്നാണ്. ആ അസുഖത്തിൽ ആ മാറുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ ആ അസുഖത്തിൽ നിങ്ങൾ ക്ഷമിക്കുന്നതായിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം നബിയെ, പക്ഷേ എന്റെ ഔറത്ത് വെളിപ്പെടുന്നത് അതെങ്കിലും മാറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെയാണ് ആ സ്ത്രീ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഫുൾ ടൈം എപ്പോ ആര് വന്ന് സന്ദർശിച്ചാലും ചോദിച്ചാലും എങ്ങനെയുണ്ട്, അൽഹംദുലില്ലാ. അല്ലാതെ എന്താ പറയാനാ, ഓരോങ്ങനെ ആയിപ്പോയില്ലേ, നമ്മളിങ്ങനെ കിടക്കന്നെ എന്നുള്ള രൂപത്തിൽ നന്ദികേട് പറയാതെ ആര് എപ്പ ചോദിച്ചാലും അൽഹംദുലില്ലാ. മുമ്പ് ഞാൻ രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ അയാൾ സുന്നത്ത് നോമ്പെടുക്കുന്നത്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു അറബിയെ സന്ദർശിച്ചു അസുഖമായപ്പോൾ. അപ്പൊ അയാൾ പറഞ്ഞെന്താ വെച്ചാല്, അയാള് അസുഖമായപ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്ത് ചോദിച്ചാലും അയാൾ ചിരിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. ആ ഒരു ദറജയിലേക്ക് സഹോദരങ്ങളെ ഒരു രോഗിയാണ് സന്ദർഭത്തിൽ നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ഈ അറിവെല്ലാം, ഈ വിശ്വാസമെല്ലാം നമുക്ക് തരേണ്ടത്, നൽകേണ്ടത് അതാണ്. പ്രത്യേകിച്ച് അസുഖമാവുമ്പോൾ ദേഷ്യപ്പെടുന്ന ആണുങ്ങളെ കാണാം. പലപ്പോഴും കുറച്ച് വയസ്സായ ഒരു 60 വയസ്സൊക്കെ പ്രായമായ ആണുങ്ങളെ കാണാം. അതേ കുറച്ച് നിത്യരോഗിയായ, പ്രത്യേകിച്ച് ഞാൻ കണ്ടത് ശ്വാസം മുട്ടലുള്ള ആളുകൾ, അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായ ആളുകൾ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അവരെ കൂടെ നിൽക്കുന്ന, അവരെ പരിചരിക്കുന്ന സ്ത്രീകളെ നമ്മൾ എത്ര അഭിനന്ദിച്ച് അവർക്കുള്ള പ്രതിഫലം അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത്ര ദേഷ്യത്തോടെ ഈ ആൾക്കാർ പെരുമാറുക. ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ ഇപ്പൊ അയാൾ ചുമച്ച് നിൽക്കുകയാണെങ്കിൽ ആ പാത്രം ഞാൻ കുറച്ചേ കണ്ടില്ലേ, ഇങ്ങനെ ഒരു അസുഖമായി നമ്മൾ കബർക്ക് കാലിട്ട് നിൽക്കുകയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്ത ആൾക്കാർ,
വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ റബ്ബിലേക്ക് ഖേദിച്ച് വിനയപ്പെട്ട് ഇതാ സ്വഭാവത്തിൽ മാറ്റം വന്ന് ആളുകളോടൊക്കെ പൊരുത്തപ്പെടിക്കേണ്ട ഒരു സമയത്ത് പോലും ദേഷ്യപ്പെട്ട് ആളുകളെ വെറുപ്പിക്കുമ്പോൾ നോക്കിയാ കൂടെ നിൽക്കുന്ന മരുക്കൾക്കൊക്കെ, മക്കള് പോട്ടെ, മക്കള് ബാപ്പയെ വിചാരിച്ച് ക്ഷമിക്കും, മരുക്കൾ എങ്ങനെ ക്ഷമിക്കാനാ സഹോദരങ്ങളെ? മരുമക്കൾക്ക് എന്ത് ബന്ധമാണ് നിങ്ങളായിട്ടുള്ളത്? മകന്റെ ഭാര്യയാണ് എന്നല്ലാതെ വേറെ എന്ത് ബന്ധമാണുള്ളത്? അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഓല മനസ്സിന്റെ ഒരു കോണിൽ അത് ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങൾ, കഴിവിനതും ഞാൻ പറഞ്ഞ ചെന്നിയാവുമ്പോഴുള്ളതല്ല, ചന്നി വരുന്നതിന്റെ മുമ്പ് ഇത്തരത്തില് രോഗം വരുമ്പോഴുള്ള ഒരു ദേഷ്യപ്പെടല്, ആളുകളോട് ചിരിച്ച് സ്വഭാവപ്പെടാൻ, അങ്ങനെ പെരുമാറാൻ ശീലിക്കണം. ഈ ദേഷ്യപ്പെടുന്നത് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, ഒരാൾ നബിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്ത് പോകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് എന്താ? ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. അപ്പൊ എന്താ ദേഷ്യപ്പെടുന്നത്? അപ്പൊ അതൊരു ഉപദേശമാണോ ദേഷ്യപ്പെടുന്നത്? അപ്പൊ പിന്നെയും ചോദിക്കും, അതല്ല വേറെ ഉപദേശം, സ്വർഗത്തിൽ പോകാനുള്ള ലാ തഗ്ളബ്. അങ്ങനെ ഇപ്പൊ ചൂടാവോളം പറഞ്ഞ മൂന്നാമത്തെ വട്ടം പറയുമ്പോ ഒരാളോട് പിന്നെ തന്നെ പറയുമ്പോ അപ്പൊ ഓൻ ചൂടനാണ്. അതുകൊണ്ടാണ് ഓനോട് പറഞ്ഞേ. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേഷ്യപ്പെടുന്നത് പറയുമ്പോൾ ഈ ദേഷ്യം എന്ന് പറഞ്ഞ സാധനമാണ് വന്നു പോണ സാധനമാണ്. അത് നമുക്ക് പിടിച്ചാൽ കിട്ടൂല അധികം. അപ്പൊ നടക്കണ കാര്യം എന്താ ചോദിച്ചാൽ അത് നമ്മൾ ശീലിക്കണം. നമസ്കാരം പോലെ, നോമ്പ് പോലെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചാലേ. അതിൽ ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു ടിപ്പ് എന്താ വെച്ചാല്, ഇമാം നാസറുദ്ദീൻ സഅദി, നിങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലും, തഫ്സീറു സഅദി എന്ന് പറഞ്ഞ തഫ്സീർ എഴുതിയ ആളാണ്. അദ്ദേഹം ദേഷ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി, നമ്മൾ ദേഷ്യപ്പെട്ട് ചൂടാണത് എപ്പോഴും നമ്മളെക്കാൾ താഴേക്കിടയിലുള്ളവരോടേക്കാണ്. നമ്മളെക്കാൾ ദർജയിൽ മേലെയുള്ള നമ്മളുടെ മേലുദ്യോഗസ്ഥനോ, ഇവിടുത്തെ കാര്യപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മളിപ്പോ ഒരു മൗലവി തന്നെ, നമ്മൾ പണ്ഡിതനെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളൊരു പണ്ഡിതനോ, അങ്ങനത്തെ ആളുകൾ. ഇപ്പൊ നമ്മളിങ്ങനെ വണ്ടിയിട്ട് പോവാണ്, നമ്മളെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ വന്നാണ് ചാമ്പി, നമ്മളെന്താ ചെയ്യാ? നേരെ ഇറങ്ങിയിട്ട് തൊള്ളി കിട്ടണോക്കാൻ പറയും. കാരണം നമ്മളെ കുറ്റല്ല, ഓൻ ചാമ്പിയതാണ്. നേരെ മറിച്ച് ഇപ്പൊ നമ്മള് സ്നേഹിക്കുന്ന ഒരു പണ്ഡിതന്റെ വണ്ടിയോ, നമ്മളെ മുനിസിപ്പൽ ചെയർമാന്റെ വണ്ടിയോ, നമ്മളെ MLA വണ്ടിയാണെങ്കിൽ, ആ സാർ കുഴപ്പമില്ല സാർ, ഞാൻ നന്നായിക്കോട്ടെ സാർ, സാർ നിങ്ങൾ പോയിക്കോളി സാർ. എന്താ? അപ്പൊ ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനോട് ചൂടാകാനും MLA നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ചിരിച്ച് പറയാനുള്ള കാരണം എന്താ? ഇവ ഓട്ടോറിക്ഷക്കാരനായി എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്യന്തികമായി നമ്മുടെ ദേഷ്യം എന്നുള്ളത് കിബറാണ്. നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പൊ കിബിർ കൊണ്ടാണ്. അതല്ല, നമ്മൾ ശരിക്കും ചൂടനാണ്. MLA നമ്മൾ ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചൂടനാണ്. അത് ശരിയാ. നേരെ മറിച്ച് MLA നമുക്ക് വേറെ വർത്താനം, ഓട്ടോറിക്ഷക്കാരനോട് വേറെ വർത്താനം ആണെങ്കിൽ നമ്മളെ കിബറാണ്. അപ്പൊ അത് ഭയപ്പെടണം. കിബിർ കൊണ്ടാണ് ദേഷ്യം എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ സഹോദരങ്ങളെ, പിന്നെന്ന് പറഞ്ഞത് ഒരാളോട് പറയണ്ടേ, ഭയങ്കര ദേഷ്യക്കാരനോട് പറയണ്ടേ, ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാച്ചാല് ചുമരുമ്പോ നല്ല ഒരു 2 ആണി കൊടുത്തിട്ട്, ഒരു പട്ടികമ്മ 4 ആണി അടിച്ചിട്ട്, ആ പട്ടിക കഷ്ണത്തെ ആണി അടിച്ചിട്ട് ആ ചുമരുമ്പോ അങ്ങനെ മാന്തുക ദേഷ്യം വരുമ്പോ. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മൊത്തം എത്ര ചുമര് കേടായിക്കണമെന്ന് നോക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും, ഒന്ന് ചുമര് കേടായി നമ്മൾ എത്ര ദേഷ്യപ്പെട്ടുണ്ടെന്ന് മനസ്സിലാവും. രണ്ടാമത് അതേമാതിരിയാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഇടപഴകിയ ആളുകൾക്ക് നമ്മൾ ഏൽപ്പിച്ച മുറിവ്. ഒരിക്കലും നമ്മൾ രാത്രി ഇങ്ങനെ ഭയങ്കര നിസ്കരിച്ച് 2 മണിക്ക് തുടങ്ങി സുബയാൻ കൊടുക്കോളം നിസ്കരിച്ച ആളാണ്, നമ്മൾ ഭയങ്കര താടിക്കാരനാണ്, നമ്മൾ എല്ലാ നോമ്പും നോൽക്കുന്ന ആളാണെങ്കിലും ആൾക്കാർക്ക് നമ്മളേക്കൊന്ന് കിട്ടുന്നത് നമ്മൾ ഓലേറ്റ് വർത്താനം പറയുമ്പോഴുള്ള ഡീലിങ്സ് ആണ്. ആ ഡീലിങ്സ് മോശമാണെങ്കിൽ നമ്മൾ എത്ര വലിയ നിസ്കാരം നിസ്കരിച്ചിട്ടും കാര്യമല്ല. ആ മൊരടൻ അയാളത്ത് സലഫിയാണ്, കുൽഫിയാണ് അയാൾ. എന്തുകൊണ്ടാ? നമ്മളെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ദേഷ്യം. അപ്പൊ ഒരു അസുഖം വന്നിട്ടും ആ ചൂടിനൊരു മാറ്റമില്ല എന്ന് പറയുമ്പോ അയാളെ സ്വഭാവം എന്താണ്? അപ്പൊ അത് വളരെ അസുഖം വരുമ്പോൾ നല്ല സ്വഭാവം ആകണമെങ്കിൽ എന്താ വെച്ചാല് അത് ആദ്യമേ ശീലിക്കണം. അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ പറഞ്ഞ സ്ഥലത്ത് കാണാം, എന്ത് 3 ആളുകളെ നേരെ അള്ളാഹു സംസാരിക്കുകയില്ല, നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, വൃദ്ധനായ വ്യഭിചാരി, കളവ് പറയുന്ന രാജാവ്, മലിക്കുൻ കദ്ദാബുൻ. എന്താ കാരണം? എന്താ? ഒരു രാജാവിന് ആരും പേടിച്ചേണ്ട ആവശ്യമല്ല. ഓനിപ്പോ സത്യം പറഞ്ഞൂടെ, എന്നിട്ടും ഓൻ നോണ പറയണ്ട പറഞ്ഞാൽ എന്താ അറിയോ? ഓൻ ചെറുപ്പത്തിലേ നോണ അറിഞ്ഞ് ശീലിച്ച, അത് ഓന് മാറ്റാൻ കഴിയൂല. വൃദ്ധനായ വ്യഭിചാരി എപ്പോഴും വൃദ്ധനാവുമ്പോഴാണ് എന്തുണ്ടാകുക? ഒരു മാറ്റൊക്കെ വന്ന് പള്ളിയേക്ക് പോയി ഇതൊക്കെ ഒന്ന് നിർത്തുക. അപ്പോഴും വ്യഭിചരിച്ച് നടക്കാറിയുമ്പോ എന്താ അറിയോ? ആഗ്രഹമുണ്ട്, പക്ഷെ മാറാൻ കഴിയണില്ല. അയാൾ അടിമപ്പെട്ടു പോയി, ശീലിച്ചു പോയി. അപ്പൊ ശീലിച്ച ദുസ്വഭാവങ്ങൾ കൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
പൊതുവെ ദേശീയക്കാരനാണെങ്കിൽ അസുഖം വരുമ്പോൾ കൂടുക ചെയ്യാം. അപ്പൊ അത് ചെറുപ്പത്തിലെ നല്ല കാലത്തെ അത് മാറ്റിയെടുത്താലേ വയസ്സാവുമ്പോൾ ഈ അസുഖം വരുമ്പോൾ ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോഴായിട്ടൊരു നല്ല സ്വഭാവം വരൂല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് നമ്മൾ ആൾക്കാരെ വെറുപ്പിച്ചിട്ട് എങ്ങോട്ടാണ് നമ്മൾ പോണത്. പിന്നെ ഖുർആനാണ്, ഞാൻ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിക്ർ ഖുർആനാണ്. ഇവിടെ പല ആളുകളും ഇപ്പൊ പല ചികിത്സയുണ്ട്. മ്യൂസിക് തെറാപ്പി ഉണ്ട് ഇപ്പോ. അത് പല ഹോസ്പിറ്റലിലും കാണാം. ICUലൊക്കെ ഇങ്ങനെ പാടുക, ഭയങ്കര കൊട്ടുള്ള പാട്ടിട്ട് കണ്ട് ബോധമില്ലാത്ത ആൾക്കാരെ ജീവൻ വെക്കുന്ന പറയണേ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഞാനൊരു ഹോസ്പിറ്റലിന്റെ ICU പോയപ്പോൾ അവിടെ 2 ബോധമില്ലാത്ത ആൾക്കാർ, ചെറുപ്പക്കാർ ആക്സിഡന്റ് ആയി കിടക്കുക. അവിടെ ചെന്നാൽ തമിഴ്നാട്ടിൽ ബസ് ഇറങ്ങിയ മാതിരിയാ, അമ്മാരി പാണ്ടിപ്പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചു, അല്ല ഇതെന്താ സംഭവം? അപ്പൊ ഇത് മ്യൂസിക് തെറാപ്പിയാണ്. ഈ ബോധമില്ലാത്തവർക്ക് ബോധം കിട്ടും മ്യൂസിക് തെറാപ്പി എടുത്താല്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മുഹമ്മദ് നജീബും മുഹമ്മദ് ഇർഷാദും ആണല്ലോ കിടക്കണേ, ഓനെങ്ങനെ ഈ പാണ്ടിപ്പാട്ട് കൊണ്ട് ബോധം ഉണ്ടാണോ ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞാരോ, ഞാൻ വിചാരിച്ചു, ഞാൻ എന്നിട്ട് ഡോക്ടറോട് പോയി ചോദിച്ചു, ഈ 2 ആൾക്കാരും വേണ്ട മുഹമ്മദീങ്ങളാണ്, ഇവർക്ക് ഇങ്ങനെ പാണ്ടിപ്പാട്ട് ഇട്ട് കൊടുക്കണ വെച്ചപ്പോഴേ അത് 2 ഓലെ ഫോണിലുള്ള പാട്ടാണ്. അപ്പൊ സഹോദരങ്ങളെ, ഏതെങ്കിലും ICUലൊക്കെ അബോധാവസ്ഥയിൽ പണ്ട് എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ആക്സിഡന്റ് ആയിട്ട് ICU കിടന്നാല് അവിടെ വല്ല നമ്മളെ ഫോണെന്നുള്ള പാട്ടൊക്കെ ഇട്ടെന്നാലേ ഇജാതി പാട്ടൊക്കെ ആയിട്ട് നടന്നാൽ മരിച്ചാൽ നേരത്തും കൂടി നല്ലൊരു കെലിമ കേൾക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജീവിക്കുമ്പോ നന്നായി ജീവിച്ചാലേ നന്നായിട്ട് മരിക്കാൻ പോയിക്കുള്ളൂ. ഈ ജാതി പാട്ടും കേട്ട് നടന്നാൽ മരിച്ചുമ്പോൾ ആ പാട്ട് കേൾക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയം. അപ്പൊ മരിക്കുമ്പോ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു മരണത്തിന്റെ മുന്നൊരുക്കണം. അതുകൊണ്ടല്ലേ നമുക്ക് അസുഖം പേടി. അപ്പൊ അപ്പോഴെങ്കിലും നന്നാകുക. ആ TV ഒക്കെ ഒന്ന് മാറ്റി ഫുൾ ടൈം ന്യൂസും കണ്ട് പറഞ്ഞാൽ എന്താ പറയോ, ന്യൂസ് കാണുകയാണെന്നാ പറയാ. ന്യൂസ് കാണുക കേട്ടാ തോന്നും കബറിൽ ആദ്യം ചോദിച്ച ഏഷ്യാനെറ്റിൽ അവസാനം എന്താ പറഞ്ഞെന്നാ ചോദിക്കാം. മരിച്ചോണ്ട് ചെന്നാ ഫസ്റ്റ് ചോദിക്കുക ഏഷ്യാനെറ്റിൽ ഇപ്പൊ ലാസ്റ്റ് എന്താ പറഞ്ഞത്. ഇവര് ന്യൂസ് കാണണ്ടാല് എന്നിട്ട് ഈ പെണ്ണിനെ തൊള്ളിക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിന് പറ്റിയ കുറെ എണ്ണ ലിപ്സ്റ്റിക്കും വന്നിട്ട് ഇങ്ങനെ ന്യൂസ് വരാം. അതിപ്പോ മീഡിയ 1 ആണെങ്കിലും കണക്കാൻ, അതിന്റെ മേലെ ഒരു കോട്ട് ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ സഹോദരങ്ങളെ, അജാതി സാധനം ഈ നേരത്തെങ്കിലും അസുഖം വരുമ്പോഴും ആയി തൊള്ളിക്ക് നോക്കിക്കുക. അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഖുർആനൊക്കെ കേട്ട്, ഞാൻ പറഞ്ഞേ ഈ മരിച്ചാ നേരത്ത് ഖുർആൻ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കൂല. കാരണം വെച്ചാൽ ജീവിക്കുമ്പോ ഖുർആൻ കേട്ട് ആസ്വദിക്കാൻ പറ്റാത്ത മരിച്ചുമ്പോ ഖുർആൻ കേൾക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഖുർആൻ കേട്ടാൽ ആസ്വദിക്കുന്ന ഒരു മനസ്സെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. എന്നാ കുറച്ചൊരു അന്തല്ലാത്ത നേരത്തെ മക്കൾ ഇത് ഇട്ടെന്നാല് അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ഇപ്പൊ ഉണ്ടാക്കിയെടുത്താലേ അപ്പൊ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയം. കാരണം എന്താ പറയുക, ഇതാണ് കഴിഞ്ഞാല് ഇത് വേറൊരു ലോകാണ്. പിന്നെ ആരുമില്ല. ഇവിടെ ഇപ്പൊ എന്ത് അസുഖം ഉണ്ടായി, എന്ത് പ്രയാസം ഉണ്ടായാലും ഇപ്പൊ അസുഖമാണെങ്കിൽ പിരിപ്പിച്ചുകാണ്ട് നമുക്ക് മണിപ്പാല് കൊണ്ടുവന്ന് പറഞ്ഞാല് ഇവിടെ കുറച്ച് നമ്മളെ താടിയുള്ള ആൾക്കാർ പിരിപ്പിച്ചാൽ മണിപ്പാല് കൊണ്ടുപോകാൻ പൈസ ഒക്കെ ഇവിടെ കിട്ടുമ്പോ നിങ്ങളെ മണിപ്പാല് കൊണ്ട് ചികിത്സിച്ച് അസുഖം മാറ്റാൻ നമ്മളൊക്കെ കഴിയും. പക്ഷെ ഉണ്ടല്ലോ, നാളെ മഹ്ശറിലെ ആ കിതാബില് ഏടില് സാധനല്ല, നന്മകളില്ല എന്നുണ്ടെങ്കിലേ ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. ഒരു ഫൈൻ അടച്ച് രക്ഷപ്പെടാനോ എന്തെങ്കിലും ദണ്ഡം കൊടുത്ത് രക്ഷപ്പെടാനോ ആരെങ്കിലും കർമ്മങ്ങൾ സ്വീകരിക്കാനോ ഒരു നിലക്കുള്ള അഡ്ജസ്റ്റ് നടക്കില്ല. ഇവിടെ ഇപ്പൊ ഹൈക്കോടതി ഇല്ലെങ്കിൽ സുപ്രീം കോടതി പോവാ, കപിൽ സിബലിനെ വെച്ച് ജാമ്യം കിട്ടും, പൈസ ഉണ്ടായാൽ മതി. ആദ്യ കേസിൽ 1 കോടിയാണ് ചെലവായത്. അള്ളാന്റെ കോടതിയിൽ ഒരു കപിൽ സിബലും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. ഇവിടുന്നാണ് വിട്ടാ കഴിഞ്ഞു. നിങ്ങൾ നോക്കി ആ സൂറത്തു സുമറിലൊക്കെ ഇങ്ങനെയുള്ള ആയത്തുണ്ട്. ഒക്കെ ഈ റമദാനിലൊന്ന് വായിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്നുകാണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പറയുന്ന ഓരോ എക്സ്ക്യൂസ് ഉണ്ട്. ഓരോ എക്സ്ക്യൂസ് എന്താണ്? ആദ്യം പറയും എനിക്ക് ചെറിയ വീഴ്ചയൊക്കെ പറ്റിയിട്ടുണ്ട്, പടച്ചോൻ ഭാഗത്ത് ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് അറിയും. പിന്നോ പറയും പടച്ചോൻ എന്നെ നരകത്ത് കാക്കിയതാന്നറിയും. പിന്നോ പറയും ഞാൻ കുടുങ്ങിയത്. അങ്ങനെ എന്താണ്, അങ്ങനെ ഓരോ മനുഷ്യന്മാര് നിന്നെ ഒന്നും കൂടിയൊക്കെ രക്ഷപ്പെടുത്തി തന്നാ ഞാൻ മുഹ്സിനാകാന്നറിയാം, ഞാൻ മുസ്ലിം ആകാന്ന് കൂടി അല്ല ഒപ്പം പറയാം. ഞാൻ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദർജയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസമുള്ളവനെ പെടുള്ളൂ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? പടച്ചോൻ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് നടക്കണവനാണ് മുഹ്സിന്, ഇഹ്സാനുള്ളവന്. അപ്പോ പറയണ വാക്കെന്താരോ, ഇന്ന് ഒന്നുകൂടി ലോകത്തേക്ക് ആക്കിയാ ഞാൻ മുഹ്സിനായിട്ടാ വരാം, തിരിച്ചു വരാം. പിന്നെ തിരിച്ചു വിടൂല എന്നാ പറഞ്ഞേ. അതൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞേ. നിങ്ങൾ നോക്കി, അതൊക്കെ നടക്കാൻ പോണ കാര്യമാണ്. ആ നടക്കാൻ പോണ കാര്യൊക്കെ സിനിമ മാറി ലൈവായിട്ട് പറഞ്ഞു തരാണ്. ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ നമ്മളോടുള്ള കാരുണ്യം അല്ലാതെ, അതാണ് റബ്ബ് കാരുണ്യവാനാണെന്ന് പറഞ്ഞാൽ. ഇതിനേക്കാൾ വലിയ കാരുണ്യം ഉണ്ടോ? ഒരു ചങ്ങായി ഒരു കുണ്ടിപ്പൂ ചാടിനോടുത്ത് 10 സ്ഥലത്ത് നിർത്തിയിട്ട് ഇതാ കുണ്ടുണ്ടിട്ടോ കുണ്ടിന്റെ വീഡിയോ കാണിച്ചു, കുണ്ടിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു, എല്ലാം കാണിച്ചു. പിന്നെയും കുണ്ടിച്ചാടി എന്താ ഒരു ചവിട്ടാൻ ചവിട്ടിയല്ലേ?
പിന്നെ അവനോട് ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവോ? അത്തരത്തിൽ നിങ്ങൾ നോക്കി ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്താ ഈമാൻ കിട്ടാത്ത? എങ്ങനെ ഈമാൻ കിട്ടുക? 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജും സക്കാത്തൊക്കെ പറയണീന്റെ മുമ്പ് വെറും ഒരു പണി അവിടെ ഉള്ള ഈമാൻ ഉണ്ടാക്കുക. 13 കൊല്ലം അവിടെ ഈമാൻ ഉണ്ടാക്കലായിരുന്നു. ആ ഈമാൻ ഉണ്ടാക്കിയത് എങ്ങനെ നോക്കിയാൽ മതി. ആ ഈമാൻ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം ഈമാൻ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അത് പഠിച്ചാൽ പ്രയാസമാണെങ്കിൽ അതൊന്നും നോക്കണ്ട. ആ 13 കൊല്ലം ഇറങ്ങിയ സൂറത്ത് എടുത്ത് നോക്കിയാൽ മതി. ആദ്യത്തെ അവസാനത്തെ 2 ജുസ് ഹമ്മിൻ തബാറക്കും അത് മുഴുവൻ മക്കിയായ സൂറത്താണ്, മക്കത്ത് അവതരിച്ച സൂറത്താണ്. അതിങ്ങനെ എടുത്ത് വായിച്ചു നോക്കി അങ്ങനെ കാണാം. പുട്ടിന് തേങ്ങട്ടമാരി ഇങ്ങനെ പറയും, മരിച്ചിട്ടോ ശേഷം ജീവിതം കിട്ടോ, ഒരു ക്യാമനാൾ കിട്ടോ, വിറപ്പിക്കിട്ടോ, അങ്ങോട്ടാക്കൂട്ടോ ഇങ്ങോട്ടാക്കൂട്ടോ. അപ്പൊ അതങ്ങോട്ട് ബോധ്യപ്പെട്ടാലേ ബാക്കിയൊക്കെ ശരിയാവുള്ളൂ. നമ്മൾ എത്ര ക്ലാസ് കേട്ടുകൊണ്ട് ഈമാൻ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. ഈ സാധനം മരിച്ചണ് കഴിഞ്ഞാൽ ഇതാ ഒരു ചോദ്യം ഉണ്ട്, അവിടെ സഹായം ഉണ്ടാവില്ല. അത് ഏറ്റവും ഭീകരാവസ്ഥക്കാരം. അവിടെ ഭയങ്കര വിചാരണ ഉണ്ടാവും, അവിടെ നല്ല മേട്ടം ഉണ്ടാവും, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് എപ്പോഴാണോ ബോധ്യപ്പെടുന്നത് അവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ ലൈവാകുള്ളൂ. അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും ഇത് ഭയമരുന്നേ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് അതൊക്കെ അതിനൊക്കെ പറ്റിയൊരു നേരാണ്. ഒരു പനി പനിച്ചുകാണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ബാത്റൂമിക്ക് പോകണമെങ്കിൽ പെണ്ണുങ്ങൾ കുടിച്ചണം. അപ്പോഴെങ്കിലും ഒരു ബോധം വന്നിട്ടില്ലെങ്കിൽ എപ്പോഴാ പിന്നെ ബോധം വരിക? അതുകൊണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഇന്നെ നന്നാകാൻ വേണ്ടി പടച്ചുള്ള ഓരോ കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതാ വേദന ഉണ്ടാവുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്. അഊദു ബിസ്മില്ലാ 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 എന്ന് 3 വട്ടം പറഞ്ഞിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്നുള്ള പ്രാർത്ഥന 7 പ്രാവശ്യം വേദനയുള്ള സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് വേദനയും മാറും. ഇതാ ഫലക്കുൻ നാസ് ഓതി ഊദ ഏത് 3 വട്ടം രാവിലെ വൈകുന്നേരക്കുള്ള പ്രാർത്ഥനയിലുണ്ട്. അത് നിങ്ങൾ നോക്കി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എന്താ അതിന്റെ അർത്ഥം? മിൻ ശർരി മാ ഖലഖ്. മിൻ ശർരി മാ ഖലഖിന്റെ തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾക്ക് ലോകത്ത് നിപ്പ എന്ന് പറയേണ്ട, പേരുള്ളതും പേരില്ലാത്തൊക്കെ അതിൽ പെട്ടു. മിൻ ശർരി മാ ഖലഖ്, അള്ളാന്റെ സൃഷ്ടി അല്ലാത്തൊന്നും ഇവിടെ അല്ലല്ലോ. അതിന്റെ ഷെറിൽ നിന്നൊക്കെ ഞാൻ അള്ളഹാനോട് കാവലിനെ തേടുക എന്നാണ് അതിൽ പറയണേ. അത് രാവിലെയും വൈകുന്നേരം അതൊന്ന് മനസ്സിൽ തട്ടിയാണ് പറഞ്ഞാല് ഒരു ഷെറും വരില്ല. പക്ഷെ നമുക്ക് ഭരണം എന്താ വെച്ചാൽ നമ്മളാരും അത് പറയണ മനസ്സിൽ തട്ടിയിട്ടല്ല. നമ്മളിങ്ങനെ ഒരു കജ്ജിൽ ഫോൺ ഉണ്ടാവും, ആരപ്പം അവസാനം വിളിച്ച് അതിൻ്റെ അടി 3 കുല്ലല്ലാഹു ഒക്കെ പോയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും വയസ്സന്മാര് വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ സുബ്ഹാനല്ലാഹ് എന്ന് അറിയുമ്പോഴേക്കാരും നമ്മളെ സുബ്ഹാനല്ലാഹ് ഒരു വലിയ കാര്യമില്ലാതെ പോയത് നമുക്ക് മനസ്സിലാകുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടി ചില ആൾക്കാർ കുറച്ചൊക്കെ ഈമാണല്ലോ, പിന്നെ ചിലപ്പോൾ ഒന്നുകൂടി മര്യാദക്ക് ചെല്ലി വെക്കും. അല്ലാത്തവനെന്ത് ചെയ്യും? അല്ലാത്ത ഓന്റെ കണക്ക് ഇങ്ങനെ ചോൻ പോകും. അപ്പൊ അങ്ങനെ ചെല്ലിയ സുബ്ഹാനല്ലയും അങ്ങനെ ചെല്ലിയ ഫലക്കുന്നാസ് കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, ഇജാതി നിപ വൈറസ് ഒന്നും തട്ടിപ്പോകുന്നില്ല. മിൻ ശർരി മാ ഖലഖ് എന്നൊക്കെ ഉള്ളിൽ തട്ടിയിട്ട് പറയാൻ വയ്ക്കണം. അങ്ങനെ രാവിലെയും വൈകുന്നേരം 3 വട്ടം, മഗ്‌രിബിന്റെ ശേഷം സുബഹിന്റെ ശേഷം ചെല്ലണോനുണ്ട് 3 വട്ടം. അതേമാതിരി രാവിലെയും വൈകുന്നേരം ചെല്ലലുണ്ട്. അതൊക്കെ അർത്ഥറിഞ്ഞാണ് ചെല്ലിയാൽ തന്നെ ധൈര്യമായിട്ട് അങ്ങനെ ജീവിക്കാം. ഇവിടെ അള്ളാന്റെ സൃഷ്ടി അല്ലാതെ വേറൊരു ഷെറിഞ്ഞ് വരാനല്ല. ആ ഷെറിനൊക്കെ പറ്റി രാവിലെയും വൈകുന്നേരം ജാമ്യം എടുത്തിട്ടാണ് നമ്മൾ ഈ നടക്കണേ. ഈ വരണമെങ്കിൽ വരും, കാരണം ഖദറിലുള്ളത് വരും തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹ് ഒരു ഖദർ അന്ന് ബാധിക്കാൻ വെച്ചണമെങ്കിൽ അന്ന് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ല. എന്നാലും നിങ്ങളെ ഖദർ പറഞ്ഞത് ബാധിക്കുക തന്നെ ചെയ്യും, അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ധൈര്യമായിട്ട് നടക്കാം. ഇപ്പൊ എന്ത് ധൈര്യത്തിലാ? അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ സാധാരണ ഇപ്പൊ നമ്മള് ഈ ചെറിയ നടത്തം തുടങ്ങിയ കുട്ടികൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് പേടിയാവും. ഇപ്പൊ മുകും തോന്നും. സ്റ്റെപ്പൊക്കെ ഇറങ്ങണണ്ടാല് നമുക്ക് അതിന്റെ അപ്പുറത്ത് പോയി നിൽക്കാനൊക്കെ തോന്നും പിടിച്ചാന്. പക്ഷെ മുകളില്ലല്ലോ, അധികം മുകൂല. അപ്പൊ എന്താ നമ്മൾ അങ്ങനെ പിന്നെ ചെറിയ കുട്ടികൾ ഇതേമാതിരി പെരീന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഫിത്തിനെ ഇവിടെയൊക്കെ ഞാൻ സൈക്കിൾ കുത്തി മറിഞ്ഞിട്ടും കിണറ്റിക്ക് മൂണ്ടും അതിലുമൊന്ന് മൂണ്ടും കല്ല് മൂന്നിട്ടും കുത്തിയിട്ട് എന്തൊക്കെ പരിക്കുകളാണ് കേശവാഴ്ചയിൽ വരുന്നവരോ, എല്ല് പൊട്ടിയിട്ട് എങ്ങനെയൊക്കെ പല ജാതി പൊട്ടലുകൾ, നമുക്ക് വിചാരിച്ചാത്ത ജാതി പൊട്ടലൊക്കെ ഉണ്ടാവും. വാതിലുള്ള കുടുങ്ങുക എന്നുള്ളത് നോമ്പിന് ഏറ്റവും കൂടുതൽ വരുന്നത് വാതിലുള്ള കുടുങ്ങയ്യ. ഈ നോൽമ്പിൽ എല്ലാവർക്കും ധൃതിയായി കാരണം ഉണ്ടാക്കാനുള്ള. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ കാണാൻ എല്ലാത്തിനും വാതിലുടങ്ങി ഒറ്റ ഉണ്ടാവില്ല ഒരു വിരലിനും. അപ്പൊ അങ്ങനെ ഈ വാതിലിൽ കൂടെ എന്താ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കൂടി ഇത് ആലോചിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല. നേരെ മറിച്ച് ആ കുട്ടിയുടെ ഇറങ്ങുമ്പോൾ കുട്ടിനെ ശല്യിപ്പിച്ചത് കുട്ടി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ആണ് ശീലിപ്പിച്ചാൽ ആ കുട്ടി അതങ്ങോട്ട് ചെല്ലി ഇറങ്ങി പോയാലേ വാതിലടച്ച് കുടിക്കോ നമ്മളെ പണി എന്താ വെച്ചാൽ നോക്കാം. മറ്റേത് ഇങ്ങനെ ബേജാറുണ്ടാവും, ഈ ബന്ധിന് പറ്റുമോ. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് ഈ റബ്ബുമായിട്ടുള്ള ബന്ധം കൊണ്ടുള്ള കുറെ മെച്ചങ്ങളുണ്ട്. അതൊന്നും നമുക്ക് കിട്ടണില്ല. അതാണ് നമുക്ക് കിട്ടണ്ടേ.
അത് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ബന്ധമാണ് അള്ളാനായിട്ട്. അപ്പൊ ആ ഒരു ബന്ധത്തിലൂടെ ഈ ജാതി സാധനങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഒരു കുല്ലാദ് റബ്ബിൽ ഫലക്കൊക്കെ ഉണ്ട്. രാവിലെ അർത്ഥറിഞ്ഞ് മനസ്സിരുത്തിയാണ് ചെല്ലിയാലേ ധൈര്യമായിട്ട് ഏത് അങ്ങാടി കൂടി വണ്ടി ഒട്ടി പോകാം, ഏത് നാഷണൽ ഹൈവേയിൽ പോവാം. വരാൻ വിചാരിച്ച ആപത്ത് വരിക തന്നെ ചെയ്യും. അത് തടുക്കാൻ കഴിയില്ല. ബാക്കി നമുക്കൊരു ധൈര്യക്കാരം ഏത് പ്രതിസന്ധി നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാം, ഒരു ഒരു മാനസിക നിലപാട് നമ്മൾ ജീവിക്കുമ്പം ഉണ്ടാക്കി തീർക്കുക. എന്നാലേ അസുഖം വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. ഒരു പനി ബാധിച്ച ഒരാളോട് പനി സന്ദർശിക്കാൻ പോയപ്പോൾ അയാൾ പനി അങ്ങനെ ശപിക്കാണ്. ഈ പനിയിൽ ഞാൻ മരിച്ചു എന്നാ പറഞ്ഞത്. എന്തൊരു പനിയാണിത്, ഈ പനി ഇനിയും കൊണ്ടേ പോകുള്ളൂ എന്നാ നമ്മുടെ നാട്ടിൽ പറയാം. ഈ പനി ഇനിയും കൊണ്ടേ പോകുള്ളൂ. അപ്പൊ അല്ലാഹു റസൂൽ എന്നാ അങ്ങനെ തന്നെ ആട്ടെ, ഓ മരിച്ചു എന്നാ പനി കൊണ്ട് മരിച്ചു എന്നാ അങ്ങനെ നബി പറഞ്ഞ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയാണ് ഈ പനി ഇനിയും കൊണ്ടേ പോകുള്ളൂ. അപ്പൊ അങ്ങനെ പനിച്ചുമ്പോ പറയരുത്, നന്ദികേട് പറയരുത്. ഈ കാരണം എന്താ പറയുക, പനിയെ പറ്റി പറഞ്ഞല്ലോ, പനിക്കുമ്പം ശരീരത്തിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഒരു പനി പഞ്ചാ തന്നെ നിങ്ങൾ നോക്കി പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രതിഫലേച്ഛയോടുകൂടി ഈ കോയി പോലെ മെലിഞ്ഞ ഒരു നാടൻ കോയിട്ടോ, ലഗോണല്ല, അതെ മെലിഞ്ഞറിനെ കോയി പോയി മെലിഞ്ഞ ഒരു ആളെ സഹാബിനെ സന്ദർശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയാളെ കണ്ടിട്ട് ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഒരു കോലം കണ്ടിട്ട് നബി ചോദിച്ചു എന്നാ, ഈ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ടോ, നമ്മളൊന്നും ദ്വേർക്കാത്ത എന്തോ ഒന്ന് ചെയ്ത് ദ്വേർക്കണ്ടല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ അറിയോ, മൂപ്പര് വിചാരിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ കിട്ടിയ നല്ല ദറജ സ്വർഗത്തിലുണ്ടാവും. അപ്പൊ മൂപ്പരെ പ്രാർത്ഥന എന്താണോ, പടച്ചോനെ മാക്സിമം പരീക്ഷണം കൊണ്ട് എന്റെ ദറജ ഉയർത്തണേ ഉയർത്തണേ എന്നാ പ്രാർത്ഥിക്കണേ മൂപ്പര്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കണ്ട, എന്ത് പരീക്ഷണങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ആരും ദറജപ്പ ഇവിടെ ഉയരണ്ട. കാരണം അയാളെ കണ്ടപ്പോ നബി ചോദിച്ചാ നിങ്ങൾ എന്തോ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ടോ എന്നാ നബി ചോദിച്ചു ആ കോലം കണ്ടപ്പോ. അപ്പൊ അയാൾ പറഞ്ഞതാണ് ഞാൻ പരീക്ഷണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരീക്ഷണം ഉണ്ടാകാൻ വേണ്ടി, എന്തിന് ദറജ ഉയരാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒന്ന് ആ അവസ്ഥയിൽ നമ്മൾ അതൃപ്തി രേഖപ്പെടുത്തരുത്. പിന്നെ സബർ അതിന്റെ ആദ്യത്തിൽ തന്നെ എന്താണ് സബർ വേണം. പനി വന്നാൽ പോലും എന്ത് ചെയ്യരുത്, പനിനെ ശപിക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ അസുഖമായാല് നിസ്കാരം പല ആളുകളും നിസ്കരിച്ചില്ല. നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടി കുറച്ച് മുജാഹിദീങ്ങൾക്ക് ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. സുന്നിയാളൊന്നും ഉണ്ടല്ലോ, കുറച്ച് മോലിയമാർ നിസ്കരിച്ചു എന്നല്ലാതെ നാടൻ സുന്നിയാളൊന്നും നിസ്കരിച്ചു കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചേ, സുന്നിയാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാർ നിസ്കരിച്ചില്ല. പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടി വരുമ്പോ തന്നെ അമ്മാരൊക്കെ എന്താ പറയാ, ഇതൊന്നും വെട്ടിക്കാട്ടിക്കാതെ ഒരു മാസമായി നിസ്കരിച്ചിട്ട്. ചെറിയ പറ്റുക, നമ്മളെ പണ്ട് പറ്റുക്കുണ്ടോ നമ്മൾ പലചരക്ക് വീടിയിലൊക്കെ അല്ലേ, ആജാദി നോട്ടുക്ക് വാങ്ങിയിട്ട് അതിൽ എഴുതി വെച്ചേക്കാം 30 ളുഹർ 30 അസറൊക്കെ. എങ്ങനെ മനുഷ്യന്മാരെ 30 ളുഹർ നിസ്കരിച്ച? ഈ നിസ്കാരം കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ച അതാണോ 30 ളുഹർ നിസ്കരിച്ചല? എന്ത് അറിവാണ് ഇവർക്ക് കിട്ടണത്, എന്ത് തെളിവല്ലേ നിസ്കരിച്ചാതെക്കാന്? ഈ കലായി എന്ന് പറഞ്ഞൊരു കാവുത്തും കായി ആയിട്ടാണ് ഇവര് നടക്കുന്നത്. ഈ കലായി ആർക്കുള്ളത്? ഉറങ്ങിയാക്കും മറന്നാക്കെ കല ഉള്ളൂ. ഉറങ്ങി അള്ളാന്റെ റസൂൽ ഉറങ്ങിയിട്ടുണ്ട്. എന്തിനാ? അള്ളാന്റെ റസൂലിനെ അള്ളാഹ് ഉറക്കിയിട്ടുണ്ട്. എന്തിന്? ഉറങ്ങി കല ആയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂലിനെ ഉറക്കിയിട്ടുണ്ട്. 2 വളരെ വൈകി യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചപ്പം സാധാരണഗതിയിൽ സുബൈ ആയാൽ അറിയിക്കാൻ വേണ്ടി ഒരാളെ നിർത്തുക. അന്ന് നബി എണീക്കാൻ സാധ്യത കുറവായതുകൊണ്ട് 2 ആളെ നിർത്തി. സുബൈയാവുമ്പോ വിളിച്ചാണ്, 2 ആൾ ഉറങ്ങിപ്പോയി. സൂര്യന്റെ വെയിൽ ചെവി കുത്തിയിട്ട് നീച്ച്. അപ്പൊ എന്താ നമ്മള് കാട്ടുക? നമ്മള് സാധാരണ കല ആയ പിന്നെ സുന്നത്തുമില്ല, ഒരു കള്ളിത്തുരുത്തുള്ള ഒറ്റ സുബയ്യ. കല ആയ പിന്നെ നിസ്കാരത്തിന് വേറൊരു കോല. പല ആൾക്കാർക്കും ഒന്നുമില്ല, പിന്നെ നിസ്കാരം ഒരു മാണ്ടാത്ത നിസ്കാര. അതിന് മാതൃക നബി കാണിച്ചു തന്നു. ആദ്യം ബാങ്ക് വിളിച്ചു, ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു, കലായിട്ടാ സുന്നത്ത് നിസ്കരിച്ച്. സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് എല്ലാവരും നിസ്കരിച്ചു, ജമാഅത്തായിട്ട് സുബൈ ജമാഅത്തായി നിസ്കരിച്ചു, കലായിട്ട്. അത് ഈ സമുദായത്തിന് ബാക്കി വെച്ചാണ്, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കലാക്കിയതാണ്. അപ്പൊ കലായി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും മറന്നാലും ഉള്ളൂ, അല്ലാതെ ഈ അസുഖായിനൊന്നും കലായില്ല. അതുമാതിരി ഒരു നിസ്കാരം 30 വട്ടം നിസ്കരിച്ചിട്ടൊന്നുമില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് പടച്ചോന്റെ ഓർമ്മ ഉണ്ടാകാനുള്ളതാണ്. അങ്ങനെ 30 വട്ടം എങ്ങനെ 100 നിസ്കരിച്ചത്? എന്നിട്ട് ഇതപ്പ പുതിയൊരു ഫത്വ. എന്ത്? പണ്ടൊക്കെ നമ്മള് പള്ളിയേക്ക് ജുമാക്ക് ചെന്നാൽ കാണാം കുറെ മഹാന്മാര് സുബൈന്റെ കുനൂത്ത് ജുമാക്ക് ചെല്ലണാണ്. ജുമാന്റെ മുമ്പന്റെ സുന്നത്തിന് കാണാൻ എല്ലാവരും ഇങ്ങനെ കയ്യൊന്നിച്ചത്. അപ്പൊ ഈ ആൾക്കാരൊന്നും സുബൈ നിസ്കരിച്ചാത്തോല. പണ്ടൊന്നും ഈ സുബൈ നേരത്തിന് നിസ്കരിച്ചില്ലേന്നു. ആൾക്കാർ കുളിച്ചാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും, ഉച്ചക്ക് കുളിച്ചുകാണ്ട് സുബൈക്ക് വെള്ളിയാഴ്ച കാണാൻ എല്ലാവരും കുനൂത്തല്ലാണ്. ഇപ്പതാ ഒരു പണ്ഡിതന്റെ ഫത്വ. എന്ത്? എല്ലാവരും തറാവി അല്ല നിസ്കരിച്ചേണ്ടത്, മുൻകഴിഞ്ഞു പോയ കലാ ആയ സുബൈകൾ നിസ്കരിക്കൂ, എന്നിട്ട് തറാവി നിസ്കരിച്ചാൽ മതി.
അപ്പൊ സഹോദരങ്ങൾ, ഇവർ ഈ ഉമ്മത്തിനെ എങ്ങോട്ടാ കൊണ്ടുപോകണേ? നമ്മൾ ദഅവത്തിന്റെ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴേ നമുക്ക് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. ആൾക്കാർ നിസ്കരിച്ചില്ല, അതുകൊണ്ട് നമ്മൾ അറിയണ രോഗിനെ സന്ദർശിക്കുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. കാരണം അള്ളാഹിനേറ്റ ഏറ്റവും അടുക്കേണ്ട സന്ദർഭമാണത്. അപ്പോഴും കൂടി നിസ്കരിച്ചാതെ കുത്തരിക്കാരണം, പിന്നെ എപ്പോഴാണ് ഇവർ നിസ്കരിച്ച? അപ്പൊ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത് നമ്മളമ്മയും നമ്മളെ വാപ്പയാണെങ്കിൽ ഒന്നുണ്ടാക്കി കൊടുക്കണം, ഒന്നെടുത്ത് കൊടുത്ത് നിസ്കരിപ്പിക്കണം. ലക്ഷങ്ങൾ നമ്മൾ ബില്ലടക്കില്ലേ, വെന്റിലേറ്ററിന്റെ ചാർജ് അടക്കില്ലേ, എത്ര ബില്ല് നമ്മൾ വാപ്പാന്റെ ഉമ്മാന്റെ അടക്കാൻ തയ്യാറാണ്. പക്ഷെ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗം വേണ്ടേ? നിസ്കരിപ്പിക്കണം. ഓല് ഈ ആൾക്കാരനെ, ഈ കളായിന്റെ ആൾക്കാരാണല്ലോ ഒക്കെ. അപ്പൊ അതെന്ത് ചെയ്യാ? അത് നിസ്കരിപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് അസുഖമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? സന്ദർശിക്കണം. കാരണം അള്ളാഹ് ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹ് ചോദിക്കുന്നതാണ്, എന്ത്? ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലെന്ന്. അപ്പൊ അള്ളാഹ് രോഗിയാകണം? അല്ല, എന്റെ അടിമ രോഗിയായി കിടന്നപ്പോ നമ്മൾ പോയി നോക്കില്ലെന്നാ. എല്ലാ മീറ്റിങ്ങിനും സംഘടനാ കാര്യത്തിനൊക്കെ വിളിച്ചു. മീറ്റിംഗില്ലേ പോസ്റ്റ് ഒട്ടിക്കണ്ടേ, എന്താ പിരിവരാത്ത്? ഉണക്കടാവുമ്പോ വിളിച്ചോ തിരിഞ്ഞു നോക്കണല്ല. അപ്പൊ അത് വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ അങ്ങനെ വരാൻ പാടില്ല. അസുഖം ഉണ്ടായാൽ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. ഖുർആനിൽ വ്യക്തമായ ആയത്തുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹ് ചുമക്കാൻ പറ്റാത്തൊരു കാര്യം, നടത്താൻ പറ്റാത്തൊരു കാര്യം ഒരാളെ കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യില്ല, നടത്തിച്ചില്ല. അതേപോലെ തന്നെ ഈ മതത്തിലൊരു പ്രയാസം അള്ളാഹു ആർക്കും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. അങ്ങനെ അപ്പൊ ഇതൊന്നും ഒരു പ്രയാസമല്ല. നിങ്ങൾ നോക്കി, നമസ്കാരം ജമ്മു ചെയ്യാം. 4 റക്അത്തുള്ള 2 നമസ്കാരങ്ങൾ കമ്പൈൻ ചെയ്യിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 എന്ത് ചെയ്യാം? 8 ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, ജമ്മാക്കാൻ പറ്റും. ഒരു നേരത്തിന് ഒതുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ. അങ്ങനെ എന്തെല്ലാം ഇളവുകൾ ഈ ദീനിൽ അള്ളാഹ് വെച്ചിട്ടുണ്ട്. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടക്കാം, കിബിലൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ കിടക്കണം അങ്ങോട്ട് നിസ്കരിച്ച. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാ? ആ സ്മരണ നിലനിർത്താൻ നമുക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മാർഗം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോ അതൊക്കെ ആ ഒരു സന്ദർഭത്തിൽ മുതലെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കേണ്ട സമയത്ത് നമ്മൾ ആ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി എന്താണ്? ഇനി ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഹലാലായി മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചികിത്സിക്കാം. ഹലാലായ ചികിത്സ ഇസ്ലാം, മദ്യം കൊണ്ടോ ഹറാമായ വസ്തുക്കൾ കൊണ്ടോ ചികിത്സ നടത്താൻ പാടില്ല. പിന്നെ ഫലപ്രാപ്തിയുള്ള, ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കാത്ത ഹലാലായ ഏത് ചികിത്സയും ഇസ്ലാമിലെടുക്കാം. ഇസ്ലാം ഒന്നിനും എന്തല്ല, എതിരല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ തേന്, സംസം വെള്ളം, കരിഞ്ചീരകം, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, പിന്നെ കൊമ്പുവെക്കൽ പോലത്തെ ചികിത്സകൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സഹീഹായ ഹദീസിന്റെ പിൻബലമുള്ള ശറഇൽ അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതികളാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ സുന്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്തുടരാം. അതിലൊക്കെ കൂലി ഉണ്ടാവും. ഇനിയിപ്പോ എന്താ ഇതിന്റെയൊക്കെ അവസാനം? എന്താ അവസാനം? മരിച്ച എന്നുള്ളതാണ്. ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ നോക്കി, മരിച്ചാൽ വളരെ സന്തോഷമാണ്. ഒരു ആക്സിഡന്റ്, ഒരു തീപ്പൊള്ളലേറ്റ്, ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് വന്ന് കെട്ടിടം തകർന്ന് അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. ഒരു വലിയ അസുഖത്തെ പറ്റി, ക്യാൻസർ, വയറിന് പ്രയാസം ഉണ്ടായി, അതേപോലെ തന്നെ പ്രസവത്തെ തുടർന്ന് മരിച്ചു. ഇതൊക്കെ ഷഹീദിന്റെ കൂലിയാണ്. എല്ലാവർക്കും ഷഹീദിന്റെ കൂലിയാണ്. അപകട മരണങ്ങൾക്കൊക്കെ ഷഹീദിന്റെ കൂലിയാണ്. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ഈമാൻ ഉള്ളവനെ എന്ത് ചെയ്യുള്ളൂ? അത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഉറ്റവരും ഉടയവരും വിട്ടുപിരിഞ്ഞു പോയാലും അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ കൂലിയുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ജീവിക്കുമ്പോൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ? സുജൂദിന്റെ ഇടയിലൊക്കെ നമ്മൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് അറിയാം സുജൂദിന്റെ ഇടയിലുള്ള പ്രാർത്ഥനയിൽ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ആക്കങ്ങോട്ട് ചെല്ലിപ്പോവുകയാണ്. അപ്പൊ ഈ ചെല്ലണീനൊക്കെ ഒരു ബോധം ഉണ്ടായി കണ്ട് ഇതൊക്കെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒന്ന് ചെല്ലാൻ ശ്രമിക്കുക, എന്നാലേ അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷണശീലങ്ങൾ, അധിക അസുഖങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലേക്ക് ഒരു മിതത്വം പാലിക്കുക. ഇസ്രാഫ് പാടില്ല. ഹലാലായതൊക്കെ തിന്നാം. പല ചർച്ചകളാണ്. ഇറച്ചി മാത്രം തിന്നണോ, കോഴി മാത്രം തിന്നണോ, പച്ചക്കറി മാത്രം തിന്നണോ, ചോറ് മാത്രം തിന്നണോ, പലതരത്തിലെ ചർച്ച ഉണ്ട്. ഇസ്ലാമിന് ആകെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഹലാലും തൊയ്യിബായത് ഏതും തിന്നാം, പക്ഷെ കുറച്ച് പള്ള തറയാൻ തിന്നരുത്, കുറച്ച് തിന്നാ മതി. അത്രേ ഉള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ. ഇത് തിന്നാൻ പറ്റുമോ? അത് തിന്നാൻ പറ്റില്ല. ഹലാലാണോ തിന്ന, തൊയ്യിബാണോ തിന്ന, പക്ഷെ കുറച്ചേ പാടില്ല, ഇസ്രാഫ് പാടില്ല. അപ്പൊ അതാണ് ആ വിഷയത്തിൽ. പിന്നെ കുത്തിവെപ്പ്, അസുഖം വരാതെക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കണേ തെറ്റില്ല. കാരണം എന്താ? സൗദിയിലെ പ്രമുഖന്മാരായ പണ്ഡിതന്മാർ ഫത്വന്നെ കാണാം, 7 അജുവ ഈത്തപ്പഴം തിന്നാൽ സിഹിർ ബാധിക്കൂലെന്ന്. അത് സിഹിർ ബാധിക്കാതെക്കാൻ വേണ്ടി 7 തിന്നണ പോലെയാണ് എന്ത്? കുത്തിവെപ്പ് എടുത്താൽ അസുഖം വരൂല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടതും ഉപദ്രവമല്ല എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ എടുക്കണം എന്നാണ് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അസുഖത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം 1 വൃത്തിയോടുകൂടി ജീവിക്കുക, 2 പ്രാർത്ഥനകൾ ജീവിതത്തിൽ നന്നോ
പാലിക്കുക എന്നുള്ളതാണ്. ഈ എന്താണ് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് സദാസമയവും കാവലിനെ തേടുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. സ്വതക്ക എന്ത് ചെയ്യും? സ്വതക്ക സമ്പത്തിൽ വളർച്ച ഉണ്ടാക്കുന്നത് മാത്രമല്ല ആപത്തുകളെ തൊട്ട് തടയുമെന്ന രൂപത്തിൽ തന്നെ പല ഹദീസുകളും എന്തുണ്ട് തൊബറാനിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്കിപ്പോ ഒരു കിഡ്നി മാറ്റി വെക്കുക, ഒരു അസുഖം വന്ന് കിഡ്നി മാറ്റിയാൽ 20 ലക്ഷം റുപ്യാവും. കരൾ മാറ്റി വെക്കണമെങ്കിൽ 50 ലക്ഷം റുപ്യാവും. ഒരു കിഡ്നിക്ക് അസുഖമില്ലാതെ നിൽക്കുന്നത്, ഒരു കരളിന് മാറ്റിവെക്കത്തക്ക അസുഖങ്ങളില്ലാതെ റബ്ബ് നമ്മളെ നിലനിർത്തി കൊണ്ടോട് നമ്മൾ കൊടുക്കുന്ന സ്വതക്കന്റെ ബലത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വതക്കക്ക് വലിയ സ്ഥാനമുണ്ട്. അതും ജാരിയത്തായ സ്വതക്ക എന്ന് പറയുമ്പോണ്ടല്ലോ, അത് മരിച്ചാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എത്ര കാലം അത് അവിടെ ഉണ്ടോ അത്രയും കാലം ഇതിങ്ങനെ വരും. റബ്ബിന്റെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിതാ സകല നന്മകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നാളെ റബ്ബിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി എന്നെ ഈ പരിപാലിച്ച് വളർത്തിയ റബ്ബിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുള്ള ആ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.